ഭർത്താവ് അങ്ങനെ പലതെറ്റും ചെയ്യും. അതിനൊന്നും നമ്മൾ കൂട്ടുകെത്തും ഉമ്മമാരെ. ഹിജാബ് ഇട്ടതിന് കളിയാക്കൽ ചിലപ്പോൾ ഭർത്താവിന്റെ കുടുംബത്തിൽ തന്നെ ആയിരിക്കും. അതിനൊന്നും നമ്മൾ ഇതാക്കരുത്. ഭർത്താവിന്റെ പൊരുത്തം വാങ്ങാൻ നമ്മൾ ശ്രമിക്കുന്ന തന്നെ അള്ളാന്റെ പൊരുത്തം കിട്ടാനാ. അത് കിട്ടാണ്ട് ഇവിടെ കിട്ടിയിട്ട് ഒരു കാര്യമില്ല. തെറ്റു ഭർത്താവിന്റെ ഉമ്മ കൽപ്പിച്ചാലും നമ്മൾ സ്വീകരിക്കരുത്. ഉമ്മ, ഞാൻ പഠിച്ച കോഴ്സൊക്കെ അനുസരിച്ച് ഒറ്റക്ക് യാത്ര ചെയ്യൽ എനിക്കിപ്പോൾ നിർബന്ധ യാത്ര അല്ലാത്തതുകൊണ്ട് ഹറാമല്ലേ, മെഹ്റമ് വേണമല്ലോ. എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലാണ്, ഞാൻ എങ്ങനെ ഈ പറയുന്ന കല്യാണ സൽക്കാര പരിപാടിക്കൊക്കെ വരും? അതൊന്നും നോക്കിയാൽ നടക്കൂല എന്ന് ഒരു പറഞ്ഞാൽ നെഞ്ചു കൂടെ നിൽക്കണം ഉമ്മമാരെ. അതിനൊന്നും കൂട്ടക്കരുത്. അങ്ങനെ ആരെയും എന്തെങ്കിലും പറയുമ്പോഴേക്ക് ഒഴിവാക്കാനുള്ളതാണോ നമ്മുടെ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഓൺലൈൻ ഓഫ്ലൈൻ കോഴ്സിലെ പഠനങ്ങളൊക്കെ? അല്ലല്ലോ. വമ്പ്രത്തുകാവരുത്, ഉമ്മുജമീലേ ആവരുത്. ഭർത്താവ് തെറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ അതിന് നിൽക്കാൻ പറ്റുമോ? ഇല്ല, കൂട്ടുനിൽക്കാൻ പാടില്ല. ഇബ്ലീസിന്റെ പണി ഭർത്താവ് എടുക്കുമ്പോൾ നീ ഇബ്ലീസിനെ പ്രതിരോധിക്കണം. പ്രതിരോധിക്കും. അപ്പൊ ഒരു സംശയം ഉണ്ടാവും അവിടെ. പക്ഷെ അത് ഭർത്താവൊക്കെ അങ്ങനെ പറയുമ്പോൾ വാട്ടേക്കാണ്ട് ഞാൻ എന്താ ചെയ്യല്? അവരൊക്കെ കുറച്ച് അറിവുള്ളവരും കൂടിയാണ് ആ കുടുംബം. നമ്മളിങ്ങനെ ചെയ്യാം. അതൊന്നും നോക്കണ്ട. അമ്മക്ക് വേണ്ടത് അള്ളാന്റെ പൊരുത്തം. വേറൊരു വർത്താനല്ലേ, വേറൊരു വർത്താനം അള്ളാന്റെ പൊരുത്തം. എല്ലാ ദിവസവും ഭർത്താവിന്റെ വീട്ടുകാരൊക്കെ അങ്ങനെ പറയുമ്പോ ഭർത്താവ് അങ്ങനെ ചെയ്യുമ്പോ ഞാൻ എത്ര കാലം ഇത് പിടിച്ചിരിക്കല്? എത്ര കാലാന്നോ? അള്ളാഹിലേക്ക് പോകുന്നവരെ പിടിച്ചിരിക്കണം. അതിനും ഖുർആൻ തന്നെ പറയണല്ലേ. അതാ സൂറത്തു തഹ്രീം, മുൽക്ക് സൂറത്തിന്റെ തൊട്ടിപ്പുറത്തുള്ള സൂറത്ത്. അതല്ലേ വളറബല്ലാഹു മസലൻ. ഉമ്മമാരെ, നിങ്ങൾക്കതാ ഉദാഹരണം കൊണ്ടുവരുന്ന ആരെ? ഇംറഅത്തു ഫിർഔൻ. ഫിർഔൻ എന്ന ഭർത്താവിന്റെ ധിക്കാരത്തിന്റെ മുന്നിൽ നെഞ്ചുകൂടെ പിടിച്ചെന്ന സയ്യിദത്തുന ആസിയ റളിയല്ലാഹു അൻഹാ. എല്ലാ തമ്മാടിത്തത്തിനും മാടി വിളിച്ചിട്ടില്ലേ? മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് വിശ്വസിക്കരുതെന്ന് നാഴികക്ക് 40 വട്ടം ഈ ഫിർഔൻ പറഞ്ഞിട്ടില്ലേ? എന്നിട്ട് ആസിയാവിയും കൂട്ടുന്നു. വമ്പ്രത്തുവായ ഇല്ല, വേറെ പെണ്ണായി. വമ്പ്രത്തുവായിട്ടില്ല, വേറെ പെണ്ണായി. നെഞ്ചു നിവർത്തിയിട്ട് നിന്നില്ല. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് വിശ്വസിച്ചപ്പോൾ ആണിയുടെ ഫിറൗൻ 4 ആണി എടുത്തിട്ട് ചുമരിലേക്ക് മഹദിനെ അടിച്ചില്ലേ? ഒരു കൈക്ക് ആണി അടിച്ച് കയറ്റിയില്ലേ? മറ്റേ കൈക്ക് 2ാമത്തെ ആണി, ഓരോ കാലിനും ഓരോ ആണികൾ, 4 ആണികൾ എടുത്ത് അടിച്ച് കയറ്റിയില്ലേ? നട്ടുച്ച വെയിലത്ത് സൂര്യപ്രകാശത്തിൽ നിർത്തിയിട്ട് വെയിലത്ത് നിർത്തി പൊരിച്ചില്ലേ? മഹദിനെ കടത്തിയിട്ട് ഒരു വലിയ കല്ലിടാൻ നോക്കിയപ്പോഴാണ് മഹദി പറഞ്ഞത്, റബ്ബിബ്നിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. നിന്റെ അടുത്തൊരു വീട് തരണേ. വീട് എല്ലാവർക്കും സ്വർഗത്തിൽ കിട്ടും, അത് പോരാ. അങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു വീടൊന്നും എനിക്ക് വേണ്ട. പിന്നെ ഇൻദക, നിന്റെ അടുത്ത്. അതിനാണ് ഈ കളിയെല്ലാം ഞാൻ കളിക്കുന്നത്.